Dear students, welcome to Learner's World. In this video, I'm going to talk about Emotional Intelligence in the Workplace by Ivan Andreev, FIUGP SEC Humanities, 4th semester, Calcutta University. Summary of Emotional Intelligence in the Workplace by Ivan Andreev. Emotional Intelligence in the Workplace by Ivan Andreev explains the meaning, importance, and practical applications of emotional intelligence in professional environments. അപ്പോൾ ഇവാൻ ആൻഡ്രീവാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ ദ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ വികാരബുദ്ധി എങ്ങനെയാണ് ജോലിസ്ഥലത്ത് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ വിവരിക്കുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് റെഫേഴ്സ് ടു എ പേഴ്സൺസ് എബിലിറ്റി ടു റെക്കഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ്, manage and express their own emotions as well as identify and respond to the emotions of others. ഈ ഒരു വികാരബുദ്ധി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ കഴിവാണ്. അയാളെ തന്നെ സ്വയം തിരിച്ചറിയാനും അയാളെ മനസ്സിലാക്കാനും അയാളെ വികാരങ്ങളെ നിയന്ത്രിക്കാനും അതുപോലെ അയാളെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്, വികാരബുദ്ധി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അവരുടെ വികാരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനും, അതായത് കണ്ടെത്താനും അതിനനുസരിച്ച് പ്രതികരിക്കാനൊക്കെയുള്ള കഴിവിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. This skill is considered essential in modern workplaces because success often depends on teamwork, communication, and maintaining positive relationship with colleagues. അപ്പോൾ ഈ ഒരു കഴിവ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. അതായത് നമ്മുടെ ജോലിസ്ഥലത്ത് നമുക്ക് വേണ്ട, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്, വികാരബുദ്ധി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു വർക്ക് പ്ലേസിൽ സക്സസ് എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് ടീം വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊളീഗ്സുമായിട്ട് നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ട്? നല്ലൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് ആവശ്യമുണ്ട്. അതൊരു വികാരബുദ്ധി ആവശ്യമാണ്. The author explains that although IQ shows a person's thinking ability and technical knowledge, EI is equally and sometimes more important. അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ വിവരിക്കുന്നുണ്ട്. IQ എന്ന് പറയുന്നത് ഒരാളുടെ ചിന്തിക്കാനുള്ള കഴിവ്, അതുപോലെ അയാളുടെ സാങ്കേതികപരമായിട്ടുള്ള അറിവ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് IQ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് EI എന്ന് പറയുന്നത്, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, വികാരബുദ്ധി എന്ന് പറയുന്നത്. ഒരു പക്ഷേ IQവിനേക്കാളും കുറച്ചും കൂടെ ഉയർന്ന തലത്തിലാണ് ഇമോഷണൽ ഇൻ്റലിജൻ്റ് ഉള്ളത്. അത്രത്തോളം ഇമ്പോർട്ടൻസ്, പ്രാധാന്യം ഈ ഒരു വികാരബുദ്ധിക്കുണ്ട് എന്നാണ് പറയുന്നത്. പീപ്പിൾ വിത്ത് ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് ആർ യൂഷ്വലി ബെറ്റർ അറ്റ് സോൾവിങ് പ്രോബ്ലംസ്, കാംലി സ്റ്റേയിങ് മോട്ടിവേറ്റഡ് ഡ്യൂറിങ് ചലഞ്ചസ് ആൻഡ് ബിൽഡിങ് സ്ട്രോങ് ഇൻ്റർപേഴ്സണൽ കണക്ഷൻസ്. അതായത് നല്ല ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ, അതായത് നല്ല രീതിയിൽ വികാരബുദ്ധി ഉള്ള ആളുകൾ, അവർക്ക് പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാകും. അവർ വളരെ കാമായിരിക്കും. ഓരോ കാര്യവും വളരെ ശാന്തതയോടു കൂടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും. പ്രശ്നങ്ങളൊക്കെ വന്നാൽ വളരെ ശാന്തമായിട്ടാണ് അതിനെ പ്രതികരിക്കുന്നത്. അതുപോലെ അവരെപ്പോഴും മോട്ടിവേറ്റഡ് ആണ്. അതായത് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്കൊരു പ്രചോദനം കിട്ടാറുണ്ട്. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായ ഇൻ്റർപേഴ്സണൽ കണക്ഷൻസ്, അതായത് കൊളീഗ്സുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് ഇവർ. EI helps individuals behave thoughtfully rather than emotionally, which leads to a healthier and more productive work environments. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് വ്യക്തികൾക്ക് വളരെ ചിന്താപൂർവം കാര്യങ്ങൾ തീരുമാനിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇമോഷണലി അല്ലാതെ, വികാരപരമായിട്ടല്ലാതെ കുറച്ചും കൂടെ ചിന്തിച്ച്, വളരെ ശാന്തമായിട്ട് ഒന്നും കൂടെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് സഹായിക്കുന്നുണ്ട്. അത് നല്ലൊരു ഒരു ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ജോലി ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ കുറച്ചും കൂടെ ഹെൽത്തിയറായിട്ട്, കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് മാറ്റാൻ സാധിക്കുന്നുണ്ട്.
ദ ടെക്സ്റ്റ് ഹൈലൈറ്റ്സ് സെവറൽ റീസൺസ് വൈ AI പ്ലേസ് എ മേജർ റോൾ ഇൻ ദ വർക്ക് പ്ലേസ്. അപ്പോൾ ഈ ഒരു വർക്കിൽ പറയുന്നത് കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് വർക്ക് പ്ലേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയത്, എന്തുകൊണ്ടാണ് അതിനൊരു മേജർ റോള് ഉള്ളത്. Firstly, it promotes effective communication, enabling employees to express their thoughts clearly and listen to others with understanding. ആദ്യമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് വർക്ക് പ്ലേസിൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിലുള്ള ആശയവിനിമയം നടത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു വികാരപരമായിട്ട് കാര്യങ്ങളെ കാണാതെ കുറച്ചും കൂടെ തോട്ട്ഫുള്ളായിട്ട്, കുറച്ചും കൂടെ ചിന്തിച്ച് വളരെ ശാന്തമായിട്ട് പെരുമാറുന്നതോടുകൂടി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. നല്ലൊരു ആശയവിനിമയം കൊളീഗ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിൻ്റെ ഇടയിലൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. അതുമൂലം അവിടെ ഉള്ള തൊഴിലാളികൾക്ക് അവരുടെ ചിന്തകൾ വളരെ ക്ലിയറായിട്ട് പ്രകടിപ്പിക്കാനും അവരുടെ ആശയങ്ങൾ പറയാനും മറ്റുള്ളവരെ കേൾക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ ആശയങ്ങൾ മനസ്സിലാക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. Secondly, AI supports teamwork by helping members respect different viewpoints, handle disagreements politely and cooperate toward common goals. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ടീം വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു മെമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും അതിലുള്ളത്. അപ്പോൾ അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ്, പല അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടാവും ഒരു ഗ്രൂപ്പിൽ, ഒരു ടീമിൽ. അപ്പോൾ അവരുടെ ആശയങ്ങൾ, അവരുടെ ചിന്താഗതികൾ, അവരുടെ വ്യൂ പോയിൻറ്റ്സ് മനസ്സിലാക്കാനും അത് കേൾക്കാനും ഒക്കെ ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ടീം വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസഗ്രിമെൻറ്റ്സ്, അതായത് എതിരഭിപ്രായങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പൊളൈറ്റായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനും കോപ്പറേറ്റ് ചെയ്യാനും ഒക്കെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഹെൽപ്പ് ചെയ്യും. അനദർ മേജർ ബെനിഫിറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനാണ്. സംഘർഷങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രോബ്ലം നടക്കുകയാണ്, അതിനെ വളരെ കാമായിട്ട് സോൾവ് ചെയ്യാൻ ഇമോഷണൽ ഇൻ്റലിജൻസിലൂടെ സാധിക്കും. തൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും വികാരങ്ങൾക്ക് അതീതമായിട്ട് തോട്ട്ഫുള്ളായിട്ട് ചിന്തയോട് കൂടിയിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഹെൽപ്പ് ചെയ്യും. Emotionally intelligent people manage stress well, avoid impulsive reactions and address problems rationally. അതുപോലെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സ്ട്രെസ്സ് നന്നായിട്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയും. അതുപോലെ അവർ പെട്ടെന്നുള്ള പ്രതികരണങ്ങളൊന്നും അവരുടെ അടുത്തുനിന്ന് ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വളരെ കാമായിട്ടാണ് അവർ പ്രതികരിക്കുന്നത്. അതുപോലെ പ്രോബ്ലംസിനൊക്കെ റാഷണലിയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്, ഇമോഷണലി അല്ലാതെ. ദിസ് റെഡ്യൂസസ് ടെൻഷൻ ആൻഡ് ബിൽഡ് ട്രസ്റ്റ് എമംഗ് കൊളീഗ്സ്. ഇതൊക്കെ കൊളീഗ്സിൻ്റെ ഇടയിൽ, അതായത് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ള എംപ്ലോയീസിൻ്റെ ഇടയിൽ ടെൻഷൻ കുറയാനും വിശ്വാസം വർദ്ധിപ്പിക്കാനൊക്കെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. അഡീഷണലി AI ബൂസ്റ്റ് പ്രൊഡക്ടിവിറ്റി ആസ് എംപ്ലോയീസ് ഹു ക്യാൻ മാനേജ് ഇമോഷൻസ് സ്റ്റേ ഫോക്കസ്ഡ് മോട്ടിവേറ്റഡ് ആൻഡ് അഡാപ്റ്റബിൾ ഡ്യൂറിങ് ചേഞ്ച്. ഇതുകൂടാതെ ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. വളരെ പ്രൊഡക്റ്റീവ് ആകും. അതായത് എംപ്ലോയീസിന് അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും മറ്റുള്ളവരുടെ ആശയങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള ഒരു മനസ്സുണ്ടാകും. അതായത് വികാരപരമായിട്ട് അവരെ തന്നെ നിയന്ത്രിക്കാനും പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കാനൊക്കെ ഇതിലൂടെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ചലഞ്ചായിട്ടുള്ള സിറ്റുവേഷൻസിൽ അവർ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഇതിലൂടെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യും. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും AI. സൈക്കോളജിസ്റ്റ് ഡാനിയൽ ഗോൾമാൻ ഐഡൻറ്റിഫൈഡ് 5 key components of emotional intelligence: self-awareness, self-management, motivation, empathy and social skills. അപ്പോൾ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡാനിയൽ ഗോൾമാൻ ഐഡൻറ്റിഫൈ ചെയ്തു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5
കീ കോമ്പണൻസ് ഉണ്ട്. അതായത് 5 ഘടകങ്ങളുണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസിന്. വികാരബുദ്ധിക്ക് അതായത് വികാരപരമായിട്ടുള്ള ബുദ്ധി ഒരാളിൽ ഉണ്ടാകുന്ന അത് കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്ന 5 ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് സെൽഫ് അവെയർനെസ്. അതായത് നമ്മളെ തന്നെ ഒരു ബോധം ഉണ്ടായിരിക്കുക, നമ്മളെ തിരിച്ചറിയുക. അതുപോലെ തന്നെയാണ് സെൽഫ് മാനേജ്മെൻറ്റ്, നമ്മളെ കൺട്രോൾ ചെയ്യുക. മോട്ടിവേഷൻ, പ്രചോദനം. എമ്പതി, സഹാനുഭൂതി ആൻഡ് സോഷ്യൽ സ്കിൽസ്, സാമൂഹികപരമായിട്ടുള്ള കഴിവുകൾ. സെൽഫ് അവെയർനെസ് ഇൻവോൾവ് റെക്കഗ്നൈസിങ് വൺസ് ഓൺ ഇമോഷൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദി ഇൻഫ്ലുവൻസ് ബിഹേവിയർ. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ തന്നെ തിരിച്ചറിയുക, നമ്മളെ മനസ്സിലാക്കുക. അത് നമ്മളെ സ്വഭാവത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സെൽഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു കൺട്രോളിങ് ഇമോഷൻസ്, സ്റ്റേയിങ് കാം ആൻഡ് റിമൈനിങ് ഡിപ്പെൻഡബിൾ ഡ്യൂറിങ് ഡിഫിക്കൽട്ട് മൊമെൻറ്റ്സ്. സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുക. അതായത് നമ്മൾ എപ്പോഴും കാമായിട്ട് പെരുമാറുക. നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എടുത്തുചാട്ടം അല്ലെങ്കിൽ പൊട്ടിത്തെറി ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി വളരെ കാമായിട്ട് നമ്മൾ കുറച്ചും കൂടെ വികാരപരമായിട്ടല്ലാതെ നമ്മൾ കുറച്ചും കൂടെ ചിന്തയിൽ ഒരു തോട്ട്ഫുള്ളി നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. മോട്ടിവേഷൻ ഈസ് ദ ഇന്നർ ഡ്രൈവ് ടു അച്ചീവ് ഗോൾസ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്. അടുത്ത മോട്ടിവേഷൻ, അതായത് ഒരു പ്രചോദനം. അതായത് നമുക്ക് പോസിറ്റീവായിട്ട് നിലകൊള്ളുക. ചലഞ്ച് സിറ്റുവേഷൻസൊക്കെ വരുന്ന സമയത്ത് അതിനെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അതിനെ കാണുക. നമുക്ക് ഗോൾസ്, നമ്മുടെ ലക്ഷ്യങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് നിൽക്കുക. എമ്പതി ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ഫീലിങ്സ് ആൻഡ് റെസ്പോൺസ് സെൻസിറ്റീവ്ലി, വൈൽ സോഷ്യൽ സ്കിൽ ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് കമ്മ്യൂണിക്കേറ്റ് വെൽ, ബിൽഡ് റിലേഷൻഷിപ്പ് ആൻഡ് ലീഡ് ടീംസ് ഇഫക്റ്റീവ്ലി. എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, അതായത് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതിനനുസരിച്ച് വളരെ സെൻസിറ്റീവായിട്ട് പെരുമാറാനുള്ള കഴിവാണ് എമ്പതി എന്ന് പറയുന്നത്. സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത് ആളുകളുമായിട്ട്, സമൂഹത്തിലെ ആളുകളുമായിട്ട് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക, നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, ഇഫക്റ്റീവായിട്ടുള്ളൊരു ടീം ലീഡ് ചെയ്യുക. ഇതൊക്കെയാണ് സോഷ്യൽ സ്കില്ല്. ദ ഓതർ ഓൾസോ പ്രൊവൈഡ്സ് പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് ഫോർ ഇംപ്രൂവിങ് EI ഇൻ ദ വർക്ക് പ്ലേസ്. അതോടൊപ്പം തന്നെ അതിൻ്റെ എഴുത്തുകാരൻ കുറച്ച് പ്രാക്ടിക്കൽ തന്ത്രങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് പറയുന്നുണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് വർക്ക് പ്ലേസിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. This include becoming more aware of one's emotions, asking for feedback from others, practicing thoughtful responses instead of emotional reactions, and developing active listening skills. അപ്പോൾ ഇതിൽ പെട്ടിട്ടുള്ളതാണ് മറ്റുള്ളവരുടെ ഇമോഷൻസ്, അവരുടെ വികാരങ്ങൾ നമ്മൾ തിരിച്ചറിയുക. അതുപോലെ നമ്മുടെ ഫീഡ്ബാക്ക് ചോദിക്കുക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫീഡ്ബാക്ക് ചോദിക്കുക. അതുപോലെ ഒരു തോട്ട്ഫുള്ളായിട്ടുള്ള റെസ്പോൺസസ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു എടുത്തുചാടിയുള്ള പ്രതികരണങ്ങൾ നടത്താതെ കുറച്ചും കൂടെ ചിന്തിച്ച് കാര്യങ്ങൾ പറയാം. അതുപോലെ അതായത് ഒരു കാര്യം, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യുന്നത് വികാരപരമായിട്ട് ഉള്ള എടുത്തുചാട്ടല്ലാതെ കുറച്ചും കൂടെ ചിന്തിച്ച് കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ ആക്റ്റീവ് ലിസണിങ് സ്കില്ല്, ഇതിലൂടെയൊക്കെ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്കുണ്ടാക്കിയെടുക്കാം. Observing body language, understanding different viewpoints and putting oneself in other situations are also important steps. അതോടൊപ്പം തന്നെ ബോഡി ലാംഗ്വേജ് ഒബ്സർവ് ചെയ്യുക. അതുപോലെ ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് വരുന്ന സമയത്ത് അത് മനസ്സിലാക്കുക. ഒരു ടീമാകുമ്പോൾ പലതരത്തിലുള്ള ചിന്താഗതികളുണ്ടാകും, അതിനെ മനസ്സിലാക്കുക. അതുപോലെ മറ്റുള്ളവരുടെ സിറ്റുവേഷൻസിൽ, സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ കാണുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. Finally, the text emphasizes that emotional intelligence is not developed overnight. It requires consistent practice and patience. പിന്നീട് ഈ ഒരു ടെക്സ്റ്റിൽ പറയുന്നത് ഈ ഒരു വികാരപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത്, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അതിന് നല്ല പ്രാക്ടീസ് വേണം, നമ്മൾ നിരന്തരം അതിന് പ്രയത്നിച്ചുകൊണ്ടിരിക്കണം, നല്ല ക്ഷമ വേണം.
With continuous effort, individuals can strengthen their AI, leading to better communication, stronger relationship, and a more positive and successful workplace environment. കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടിലൂടെ മാത്രമേ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അതായത് നമ്മൾ ഒരു രാത്രി കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയണം. പെട്ടെന്ന് വികാരപരമായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ പറയുന്ന പ്രതികരണങ്ങൾ, അതിലുപരിയായിട്ട് തോട്ട്ഫുള്ളി കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി ചിന്തിച്ച് വേണം പ്രതികരിക്കാൻ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി സംസാരിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ് നമുക്ക് ഇത് നേടിയെടുക്കാൻ കഴിയുന്നത്.